ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം ഒരു വിശേഷം ചോദിക്കാനുള്ളത്, അതായത് കീർത്തി ചേച്ചി വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും തിരിച്ചു വരുന്നത്. സാധാരണ സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്നവർ ഒരു ബ്രേക്ക് എടുത്തു, കുറച്ച് കഴിയുമ്പോൾ അവർ വരാറുണ്ട്. പക്ഷെ ഇതൊരു ലോങ് ഗ്യാപ്പായി. ഏകദേശം എത്ര വർഷം? 22 years. 22 ഇയേഴ്സിന് ശേഷമാണ് പിന്നെ ശക്തമായ ഒരു കഥാപാത്രം ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഒരുപാട് ചേഞ്ച് ആയി നമ്മുടെ ഇൻഡസ്ട്രി അല്ലേ? സോ എങ്ങനെയാണ് ഇപ്പോൾ, കംഫർട്ടബിൾ ആണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീല്? അതായത് ഇനീഷ്യലി വന്നപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും, ബിക്കോസ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതുകൊണ്ടേ ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും, ലൊക്കേഷൻ എങ്ങനെയാ, ഷൂട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറിയോ എന്നൊക്കെയുള്ള ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ല, ഒരു ഷെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. കുഴപ്പമില്ല. രാഹുലേട്ടനോട് ചോദിക്കട്ടെ, അതായത് നിങ്ങൾ തമ്മിലൊരു ലവ് മാരേജ് ആയിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞങ്ങളാകെ ചെയ്തത് ഒരു ഒരെണ്ണത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പ്രണയിച്ച് സെറ്റ് ആക്കിയത് അല്ലേ? ആക്ച്വലി പ്രണയിക്കാനുള്ള ടൈം ഒന്നുമില്ല. അല്ല, പ്രണയിക്കാനുള്ള ടൈം ഇല്ലെങ്കിലും പ്രണയിക്കാനുള്ള ഒരു മൂഡ്, അന്തരീക്ഷം ഉണ്ടായിരുന്നു. മൂഡ് ആകെ ഒരു 3 ക്യാരക്ടേഴ്സ് ഇതിനകത്തുള്ളൂ. ഒരു ഹീറോ, ഹീറോയിൻ, ബ്രദർ. അപ്പോൾ ഇത് കൊടൈക്കനാലായിരുന്നു ഷൂട്ട്. അപ്പോൾ കൊടൈക്കനാലിലെ ഷൂട്ടിൽ മൊത്തം ഈ കൊടൈക്കനാൽ, അതുമല്ല ലവ് സ്റ്റോറിയാണ്. അപ്പം കുറേ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് മനസ്സിൽ പറയാനുള്ള ഡയലോഗ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയായിരുന്നു. അതും ചേച്ചിയോട് പറയണമെന്ന് വിചാരിക്കുന്ന സംഭവം മിക്ക ലൈൻസും അങ്ങനെ തന്നെയായിരിക്കും, ഡയലോഗ്സ് ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഈ രാഹുലേട്ടന്റെ അടുത്ത്, അതായത് ഇത്ര മാന്യനായ ഈ രാഹുലേട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പ്രതീക്ഷിച്ചിരുന്നോ? ആക്ച്വലി മാന്യനായിട്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക, ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ഫസ്റ്റ് വന്നപ്പോൾ ആരുടെ അടുത്തും സംസാരിക്കില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ചെയർ എടുത്ത് മൂലയ്ക്ക് പോയിട്ട് സൈലന്റ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഹെഡ് വെയിറ്റ് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് എല്ലാവർക്കും തോന്നി പക്ഷെ ആദ്യമായിട്ട് വന്നതേ ഉള്ളൂ, ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. അപ്പൊ ചേട്ടൻ ആദ്യത്തെ സീരിയൽ അതായിരുന്നു? എന്റെ ഫസ്റ്റ് സീരിയൽ. ഒച്ച കള്ള സീരിയൽ തന്നെ എന്തൊക്കെയാണ്. എന്നിട്ട് അപ്പോൾ ഫസ്റ്റ്, അപ്പം പിന്നെ സെക്കൻഡ് ഷെഡ്യൂളും പിന്നെ എവിടെ ഉണ്ടായിരുന്നു? ട്രിവാൻഡ്രത്തല്ല, അതും കൊടൈക്കനാലായിരുന്നു ഇതിന്റെ ഫസ്റ്റ്. പിന്നെ ആ ടൈമിൽ കൊടൈക്കനാലിൽ വരുന്ന ഫസ്റ്റ് ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു 4-5 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ആ ഒരു ഞങ്ങളുടെ ഒരു പീരീഡില് ഇങ്ങനെ ഔട്ട്ഡോർ പോയി ഒരു സീരിയൽ ഷൂട്ട് ഒന്നും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ട്രിവാൻഡ്രം, എറണാകുളം, പിന്നെ എന്നുവെച്ചാൽ ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, കോഴിക്കോട് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ സീരിയൽ ഷൂട്ട്സ് ഒക്കെ. അധികവും ഇവിടെ തന്നെ, കേരളത്തിൽ തന്നെയല്ല. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ആ ഒരു പീരീഡിലാണ് ആലോചിച്ചത്. അപ്പൊ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? എന്നിട്ട് കല്യാണം വന്ന ഉടനെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ പിന്നെ എൻഗേജ്മെന്റ് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളൊരു ന്യൂ ഇയറിന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നത് 98 അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ എൻഗേജ്ഡ് ആയി, നവംബറിൽ കല്യാണം. അങ്ങനെ ഒരു വർഷമല്ലേ? 7 monthsന്റെ ഒരു ലവ് സ്റ്റോറി അങ്ങനെ കല്യാണത്തിൽ എത്തി. ഇപ്പോ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അടിപൊളി.